പാകിസ്ഥാൻ എങ്ങനെയാണോ ഈ തീവ്രവാദികൾക്ക് വലിയ രീതിയിലുള്ള പിന്തുണ നൽകുന്നത്, അതേപോലെയാണ് കാനഡ ഖലിസ്ഥാൻവാദികൾക്ക് പിന്തുണ നൽകിക്കൊണ്ടിരുന്നത്. ഈ വിഷയത്തിൽ 2014 നരേന്ദ്രമോദി സർക്കാർ ഭാരതത്തിൽ വന്നതിന് ശേഷം കാനഡയുമായിട്ട് പലതരത്തിലുമുള്ള കൊമ്പുകോർക്കലുണ്ടായിരുന്നു. അതിന്റെ പ്രധാന വിഷയമാണ് ഈ കാനഡ ഖലിസ്ഥാൻവാദികളെ സപ്പോർട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ അവരെ പിന്തുണയ്ക്കുന്നു എന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. അവിടെ കാനഡയിൽ വെച്ചിട്ട് ഒരു ഖലിസ്ഥാൻ തീവ്രവാദി കൊല്ലപ്പെട്ടു. അപ്പോൾ കാനഡ ഇന്ത്യക്ക് നേരെ വലിയൊരു ആരോപണമൊക്കെ ഉന്നയിച്ചപ്പോൾ ഇന്ത്യ തെളിവ് ചോദിച്ചു. അപ്പോൾ കാനഡയുടെ കയ്യിൽ ഒരു തെളിവൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ അന്നത്തെ കാനഡ പ്രധാനമന്ത്രിയായിരുന്ന ജസ്റ്റിൻ ട്രൂഡോയുമായി ഇന്ത്യ കൊമ്പ് കോർക്കുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായി. അതിനുശേഷം മാർക്ക് കാർണി വന്നതിന് ശേഷമാണ് നമ്മൾ ഖലിസ്ഥാൻവാദികളെ കൂടുതലായിട്ട് പിന്തുണയ്ക്കില്ല എന്ന ഒരു നീക്കത്തിലേക്ക്, അങ്ങനത്തെ ഒരു സമീപനത്തിലേക്ക് മാർക്ക് കാർണി എത്തിയത്. ഇപ്പോൾ ഇന്ത്യയും കാനഡയും തമ്മിലുള്ള ബന്ധം വളരെ സന്തോഷത്തോടെ ഒരു ദൃഢമായ ഒരു ബന്ധത്തിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. കാനഡയുടെ തന്നെ രഹസ്യാന്വേഷണ ഏജൻസി ഇപ്പോൾ പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നത് 1985 എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റ് ആയ 182 ആ ഫ്ലൈറ്റ് ബോംബ് ആക്രമണത്തിൽ തകർന്ന് തരിപ്പണമായി. ആ ആക്രമണത്തിന്റെ പിന്നിൽ ഖലിസ്ഥാൻവാദികളായ തീവ്രവാദികൾ തന്നെയാണെന്ന് ഔദ്യോഗികമായി തന്നെ സമ്മതിച്ചിരിക്കുകയാണ് കാനഡ. അത് കാനഡ ആസ്ഥാനമായുള്ള ഖലിസ്ഥാൻ തീവ്രവാദികളെ കാനഡയുടെ രഹസ്യാന്വേഷണ ഏജൻസി, അതായത് കാനഡിയൻ സെക്യൂരിറ്റി ഇന്റലിജൻസ് സർവീസ്, അതായത് CSIS തന്നെ ഇപ്പോൾ ആദ്യമായി പരസ്യമായി കുറ്റപ്പെടുത്തിയിരിക്കുന്നു. കാനഡ ഒരു തീവ്രവാദ സംഘടനയാണ്. അതോടൊപ്പം തന്നെ കാനഡയാണ് 1985 എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റ് ബോംബ് ആക്രമണത്തിൽ തകർത്തതെന്ന്. മാർക്ക് കാർണി വന്നതിന് ശേഷമാണ് ഈ ഖലിസ്ഥാൻവാദികളെ അവർ തീവ്രവാദത്തിന്റെ ഒരു പട്ടികയിലേക്ക് ഉൾപ്പെടുത്തിയത്. അങ്ങനെ ആദ്യമായി പരസ്യമായി തന്നെ കാനഡ ഈ ഖലിസ്ഥാൻവാദികളെ ഇപ്പോൾ കുറ്റം പറയുന്നു, അവരെ ഇപ്പോൾ തള്ളിപ്പറയുകയാണ് ചെയ്യുന്നത്. അതായത് അവരൊരു തീവ്രവാദ സംഘടനയാണെന്ന്. 2025 പൊതു റിപ്പോർട്ടിലാണ് ഇപ്പോൾ ഈ ഒരു പരാമർശം കാനഡയുടെ രഹസ്യാന്വേഷണ വിഭാഗം ഇപ്പോൾ ഉന്നയിച്ചിട്ടുള്ളത്. ഈ സംഭവങ്ങൾക്ക് ചരിത്രപരമായ ആധികാരിക നൽകുന്നതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്, സുവർണ ക്ഷേത്രത്തിൽ ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് ഒരു ഓപ്പറേഷൻ നടത്തിയിരുന്നു. ആ ഓപ്പറേഷന്റെ പേരാണ് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ. ഈ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിന്റെ ഒരു പ്രതികാര നടപടിയായിട്ടാണ് ഖലിസ്ഥാൻവാദികൾ എയർ ഇന്ത്യ വിമാനം ബോംബ് വെച്ച് തകർത്തത്. എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റ് 182 ബോംബ് ആക്രമണത്തിന്റെ 40ാം വാർഷികമാണ് കഴിഞ്ഞ വർഷം ആഘോഷിച്ചത്. കാനഡ ആസ്ഥാനമായുള്ള ഖലിസ്ഥാനി തീവ്രവാദി ഗ്രൂപ്പുകളിൽ അംഗങ്ങളായിരുന്നുവെന്ന് സംശയിക്കപ്പെടുന്നവരാണ് ഈ ഒരു ആഘോഷം തന്നെ നടത്തിയത്. ഇന്നും കനേഡിയൻ ചരിത്രത്തിലെ ഏറ്റവും മാരകമായ ഭീകരാക്രമണമാണ് ഈ എയർ ഇന്ത്യ വിമാനം തകർത്ത് അതിൽ 329 പേർ കൊല്ലപ്പെട്ട ആ ഒരു സംഭവം. അതായത് 1985 നടന്ന എയർ ഇന്ത്യ ഫ്ലൈറ്റ് 182 ബോംബ് ആക്രമണത്തിൽ തകർന്ന സംഭവം. അവരിൽ ഭൂരിഭാഗവും കനേഡിയന്മാരാണ്. കനേഡിയൻ സെക്യൂരിറ്റി ഇന്റലിജൻസ് സർവീസ് 2025 പബ്ലിക് റിപ്പോർട്ടിൽ എടുത്തു പറയുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഖലിസ്ഥാൻ പ്രസ്ഥാനത്തിന്റെ പേര് പറയാതെ സിഖ് തീവ്രവാദികളെ മാത്രം പരാമർശിക്കുന്ന പതിറ്റാണ്ടുകളായ കനേഡിയൻ ഔദ്യോഗിക പ്രസ്താവനകളിൽ നിന്നുള്ള വ്യക്തമായ ഒരു വ്യത്യാസമാണ് ഈ ഭാഷ സൂചിപ്പിക്കുന്നത്. റിപ്പോർട്ടിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. മോൺട്രിയൽ മിറാബിൾ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ലണ്ടൻ ഹിത്രോയിലേക്ക് അയർലാൻഡിന്റെ തീരത്ത് 31,000 അടി ഉയരത്തിൽ പറന്നുയർന്ന എയർ ഇന്ത്യ ബോയിങ് 747 ചക്രവർത്തി കനിഷ്കയിൽ ഒരു ബോംബ് പൊട്ടിത്തെറിച്ചപ്പോഴാണ് ആക്രമണമുണ്ടായത്. 329 യാത്രക്കാരും ജീവനക്കാരും അതിൽ കൊല്ലപ്പെട്ടു. ഇതിൽ 268 കനേഡിയൻ പൗരന്മാരും പലരും ഇന്ത്യൻ വംശജരുമാണ്. കനേഡയിലും അതോടൊപ്പം തന്നെ മറ്റ് രാജ്യങ്ങളിലും നടത്തിയ അന്വേഷണങ്ങൾ ഇന്ത്യയിലെ പഞ്ചാബ് മേഖലയിൽ സ്വതന്ത്ര ഖലിസ്ഥാൻവാദികളായ സിഖ് തീവ്രവാദികളിലേക്ക് എത്തിയെന്നതാണ് പറയുന്നത്. നിയുക്ത ഭീകര സംഘടനയായ ബബ്ബർ ഖൽസ ഇന്റർനാഷണലുമായി ഈ ഗൂഢാലോചന ബന്ധപ്പെട്ടിട്ടുണ്ട്. പ്രധാന പ്രതികളിൽ കാനഡ ആസ്ഥാനമായുള്ള ബബ്ബർ ഖൽസ നേതാവായ തൽവിന്ദർ സിംഗ് പർമറും ഉൾപ്പെടുന്നുണ്ട്. ഇയാളെ സൂത്രധാരനായി പൊതുവെ കണക്കാക്കുന്നത് കാനഡ സർക്കാർ തന്നെയാണ്. 1992 പോലീസ് അദ്ദേഹത്തെ കൊലപ്പെടുത്തിയെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. ബോംബുകൾ ശേഖരിച്ച ഇന്ദ്രജിത് സിംഗ് കൂടാതെ 2023 നരഹത്യക്ക് കുറ്റം ചുമത്തി അദ്ദേഹത്തെ 15 വർഷത്തെ തടവിലേക്ക് കാനഡ പോലീസ് അദ്ദേഹത്തെ തുറുങ്കിലടച്ചു. 1955 തുടക്കത്തിൽ CIIS, അതായത് ഈ കാനഡയുടെ തന്നെ ഇന്റൽ സർവീസ് ഏജൻസിയാണ്, അത് രഹസ്യാന്വേഷണ വിഭാഗം പർവനെ നിരീക്ഷിക്കാൻ തുടങ്ങി. കൂടാതെ എയർ ഇന്ത്യക്ക് ഭീഷണിയുണ്ട് എന്ന് കാനഡ സർക്കാർ അന്ന് തന്നെ ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു. വർഷങ്ങളായി കാനഡ ആസ്ഥാനമായുള്ള ഖലിസ്ഥാൻ ഭീകരനാണ് ബോംബ് ആക്രമണം നടത്തിയതെന്ന് ഇന്ത്യൻ അധികാരികൾ അന്ന് തന്നെ പറഞ്ഞതാണ്. കനേഡിയൻ സർക്കാരുകളും അതോടൊപ്പം തന്നെ സ്മാരകങ്ങളും ഔദ്യോഗിക പ്രസ്താവനകളിൽ ഖലിസ്ഥാൻ പ്രസ്ഥാനത്തെക്കുറിച്ച് പരാമർശിക്കാതെ അവരെ സിഖ് തീവ്രവാദികളെന്ന് വിളിക്കുകയോ സംഭവത്തെ ഒരു ഭീകരാക്രമണം എന്ന് വിശേഷിപ്പിക്കുകയോ ചെയ്തു. CVKEയുടെ അക്രമാസക്തമായ തീവ്രവാദ പ്രവർത്തനങ്ങൾ കാനഡയുടെ ദേശീയ സുരക്ഷയ്ക്കും വിദേശത്ത് കനേഡിയൻ താൽപര്യങ്ങൾക്ക് ഭീഷണിയായി തുടരുന്നുവെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്.